നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കറിയാം പാലക്കാടിന്റെ ധീരപുത്രനായിട്ടുള്ള പ്രശാന്ത് ശിവൻ കൃത്യമായിട്ടും ഉരുളയ്ക്ക് ഉപ്പേരി ആയിക്കൊണ്ട് അവിടെ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSSന്റെ ആചാര്യൻ, സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ ചിത്രത്തോടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോടും ഒക്കെ അവിടുത്തെ കോൺഗ്രസ്സുകാരും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ കാട്ടിക്കൂട്ടിയ ശുദ്ധ തെമ്മാടിത്തരത്തിന് അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് എന്താണ് RSS, എന്താണ് BJPയുടെ ചുണക്കുട്ടികൾ എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവന് ഞാനൊരു മെസ്സേജ് അയച്ചു. കാരണം പുള്ളി തിരക്കിലായതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ട് മാത്രമേ ഉള്ളൂ. സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഇത്ര കണ്ട് ആ ഒരു യുവത്വത്തിന്റെ ശക്തി, നമ്മൾക്കൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന പ്രശാന്ത് ശിവനെ പോലെയുള്ള നമ്മുടെ എല്ലാം സഹോദരന്മാർ, നമ്മുടെ അനിയന് തുല്യനായിട്ടുള്ള വ്യക്തികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ കൃത്യമായിട്ട് MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി എന്ന് പറയാൻ പറ്റില്ല, കമ്മി അടിമ, അതല്ലെങ്കിൽ ഒരു ഹിന്ദു അടിമ, ഇവനെ ട്രോളുകാർ പോത്ത് രാജേഷ് എന്നൊക്കെയാണ് വിളിക്കാറ് എന്നറിയാം. നമ്മൾ അങ്ങനെയൊന്നും വിളിക്കാറില്ല കേട്ടോ. അത്തരത്തിലുള്ള രാജേഷിനും മീഡിയ വൺ എന്ന് പറയുന്ന ജിഹാദി ചാനലിനും കൊടുത്ത മറുപടി ഉണ്ട്. ഒന്നൊന്നര മറുപടിയാണ്. മറ്റൊന്നുമല്ല, RSS സ്ഥാപകന്റെ പേര്, ഹെഡ്ഗേവാറിന്റെ പേര് ഇവിടത്തെ ഈ പറയുന്ന പാലക്കാട് ഭരിക്കുന്ന, നഗരസഭ ഭരിക്കുന്ന BJP ഒരു പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിന് ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചൊറി കുത്തി ഇറങ്ങിയിട്ടുള്ള ജിഹാദികൾക്കും ഈ അന്തം കമ്മികൾക്കും കോൺഗ്രസ് നരഭോജി കൂട്ടങ്ങൾ 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച് നാശത്തിലേക്ക് തള്ളിവിട്ട് രാജ്യദ്രോഹികൾക്കും ശത്രു രാജ്യത്തിനും തീറെഴുതി കൊടുത്ത ആ വർഗത്തിനും കൊടുക്കുന്ന പ്രശാന്ത് ശിവന്റെ ഒരു മറുപടി ഉണ്ട് മക്കളെ, കേൾക്കേണ്ടത് തന്നെയാണ്. കേൾക്കാം നമ്മൾക്കത്. BJP നേതാവ് പ്രശാന്ത് ശിവൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, MP രാജേഷ് വിഷയത്തിൽ പ്രതികരിക്കുന്നു. നഗരസഭയുടെ നീക്കം അത് അദ്ദേഹം തള്ളുന്നു. അവിടെ ആ പേരിടൽ നടക്കില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ? ഇതിനകത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു എന്നതിൽ രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഡോക്ടർ ഹെഡ്ഗേവാർ 1921 സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിന് ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ്. 1930 സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിന് ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ ദ BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാർ, ദ ഫൗണ്ടർ ഓഫ് ദി RSS, a nationalist who participated in the Gandhi-led movement, he continued to be a congressman for a decade more and participated in the 1930 Salt സത്യാഗ്രഹ. വളരെ കൃത്യമായി തന്നെ. അപ്പൊ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ പ്രസ്താവനയെ തള്ളിപ്പറയുവാൻ MP രാജേഷ് തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ രണ്ട്, കോഴിക്കോട് കോവൂരിൽ കൃഷ്ണപിള്ളയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. ഇത്തരത്തിൽ കേരളത്തിൽ നിരവധിയായ സർക്കാർ പദ്ധതികൾക്ക് നിരവധിയായ പേരുകൾ നൽകിയിട്ടുണ്ട്. മഞ്ചേരിയിൽ വാര്യംകുന്നന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് അപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അലി മുസ്ലിയാരുടെ പേരിൽ സ്മാരകം, വാഗൺ ട്രാജഡി സ്മാരകം, ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ കേരളത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതിന് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ അവിടെയുള്ള ഭരണസമിതി തീരുമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ യാതൊരുവിധ നിയമവിരുദ്ധതയുമില്ല. അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഇതിൽ എവിടെയാണ് നിയമവിരുദ്ധത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ പറഞ്ഞ ആളുകൾ തയ്യാറാവണം. പാലക്കാട് നഗരസഭാ ഭരണസമിതി എടുക്കുന്ന തീരുമാനം 100% പാർട്ടിയുടെ ജില്ലാ ഘടകം അതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് മീഡിയ വണ്ണിന് തർക്കം വരേണ്ട കാര്യമില്ല. ഇതിൽ എന്തെങ്കിലും നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, മന്ത്രി അതിലത്തെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് എവിടെയാണ് നിയമവിരുദ്ധത വന്നിട്ടുള്ളത്. നിയമവിരുദ്ധത വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും ആളുകൾക്ക് ഇന്ന് 8ാമത്തെ ദിവസമായി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് 11-ാം തീയതി ആയിരുന്നു ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങ്. സിംഗിൾ പോയിന്റ് പോലും ഇതിന്റെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഭരണസമിതി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. അതായത് മന്ത്രി ഇടപെട്ടാലോ കേരള സംസ്ഥാന സർക്കാർ ഇടപെട്ടാലോ ഈ പേര് മാറ്റാൻ കഴിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? പേര് മാറ്റാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് പേര് മാറ്റാനായിട്ട് കഴിയുക? എന്തിനാണ് ഇവിടെ ഇത്ര ഈ ഒരു രീതിയിലുള്ള ഒരു വിരുദ്ധത കാണിക്കുന്നത്? ഇവർ എന്തുകൊണ്ടാണ് വാര്യംകുന്നൻ സ്മാരകം നിർമ്മിച്ച സമയത്ത് അതിന്റെ പേരിനെ എതിർത്തില്ല? ആലി മുസ്ലിയാരുടെ പേരിൽ വന്ന സമയത്ത് അതിനെ എതിർത്തില്ല? ഈ കൃഷ്ണപിള്ളയുടെ പേരിൽ വന്ന സമയത്ത് അതിനെ എതിർത്തില്ല? ഇവരൊന്നും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. ഇന്ന് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത് ഇതുപോലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൈപുണ്യ വികസന കേന്ദ്രം കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഭരിക്കുന്ന നിരവധിയായ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും കോർപ്പറേഷനും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് ഇത്തരത്തിൽ ഒരു പദ്ധതി ഇവരാരെങ്കിലും നടപ്പിൽ വരുത്തുവാനായിട്ട് കാലം ഇത്രയും കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള പദ്ധതികൾ നഗരസഭ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ വികസനത്തെ മുടക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവര് ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പേരിലല്ല പ്രശ്നം, പദ്ധതിയിലാണ് ഇവരുടെ പ്രശ്നം.
നോക്കൂ, ഇതിലധികം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഡോക്ടർ ഹെഡ്ഗേവാറിനെ കുറിച്ച് ഇവന്റെയൊക്കെ തത്വികാചാര്യൻ എന്ന് പറയുന്ന എന്നാൽ EMS നമ്പൂതിരിപ്പാട് അത് എടുത്ത് നമ്മൾ പറയണം. നായനാർ ഇതൊക്കെ എടുത്ത് പറയണം. ജാതിയില്ല ഞങ്ങളിലില്ല, ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല, ഈ പറയുന്ന മുസ്ലിം രക്തം ഞങ്ങളിലില്ല, ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തമാണെന്നൊക്കെ പറയും. എന്നിട്ട് EMSന്റെ ആ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആ വാലെടുത്ത് മാറ്റാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. പിന്നെയോ നായനാറിന്റെ അങ്ങനെ കുറെ എണ്ണത്തെ നോക്കാം. വേണ്ട, നിങ്ങൾ നോക്കിക്കോന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള അതല്ലെങ്കിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന ആളുകളുടെയൊക്കെ ജാതിയും ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ടാണ് ഞങ്ങളിലില്ലേ മുസ്ലിം രക്തം മറ്റേ രക്തം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ ഇവന്മാർ കൊള്ളാം. അത്രേ ഉള്ളൂ. ഈ EMSന്റെ കാര്യം EMS ഹെഡ്ഗേവാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും. അയാൾ എഴുതിയ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തേ ഈ പോത്ത് രാജേഷിന്റെ തലേക്ക് കയറിയില്ലേ എന്ന് പ്രശാന്ത് ശിവൻ പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇവൻ വലിയ മന്ത്രിയാണ്. ഇവൻ പറഞ്ഞിരിക്കുന്നു ഒരു RSSന്റെ ഹെഡ്ഗേവാറിന്റെ പേരും ഈ പറയുന്ന സർക്കാരിന്റെ കീഴിലുള്ള കേരള സർക്കാരിന് കീഴിലുള്ള കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും കൊടുക്കില്ല എന്നുള്ളത്. അവിടെ പ്രശാന്ത് ശിവൻ കൃത്യമായിട്ട് ചോദിച്ചു, ആരാണ് കൃഷ്ണപിള്ള? കൃഷ്ണപിള്ള ഒരു സഖാവായിരുന്നു. എങ്ങനെ പാമ്പ് കൊത്തിയോ എങ്ങനെയാണെന്നുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടെന്ന് തോന്നും. ഇനി മറ്റു വല്ല മാർഗത്തിലാണെന്ന് അറിയില്ല. ഏതായാലും കൃഷ്ണപിള്ളയുടെ പേരിൽ സ്മാരകമാവാം. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കുന്നൻ ഉണ്ടല്ലോ, വാരിയംകുന്നന്റെ പേരിൽ സ്മാരകമാവാം. ആരാ വാരിയംകുന്നൻ? 13,000-ലധികം വരുന്ന ഹൈന്ദവരെ കൂട്ടക്കുരുതി നടത്തിയ ഇസ്ലാമിക കൊടുംഭീകരൻ. 1921 കലാപം അതിനെ വെളുപ്പിച്ചെടുത്ത് കർഷക ലഹളയും അതല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടവും ഒക്കെ മാറ്റിക്കൊണ്ട് അത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആളുകളടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ആ കാശ് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയുടെ തിരുഹൃദയത്തിൽ തന്നെ വാരിയം കുഞ്ഞഹമ്മദ് ഹാജി കമ്മ്യൂണിറ്റി ഹാൾ എന്നും പറഞ്ഞൊരു സാമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആരോട് ചോദിച്ചിട്ടാ? അതിനെതിരെ ഈ പോത്ത് രാജേഷിന്റെ വാക്കൊന്നും മുതിർന്നില്ലയോ? കമ്മ്യൂണിസ്റ്റുകളുടെയും കൊങ്ങികളുടെയും ഈ കോൺഗ്രസ്സുകാരുടെയും അതല്ലെങ്കിൽ ജിഹാദികൾക്ക് പിന്നെ അവരുടെ ഇഷ്ടപ്പെട്ട നായകനാണല്ലോ. 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ കൊന്നവനാണ് ഞങ്ങളുടെ നേതാവ്. അന്ന് 1921 ഉണ്ടാക്കിയ വാളുകൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല, ഇന്നും ഞങ്ങളത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ച്. എന്തിനായിരുന്നു ആ മുദ്രാവാക്യം? അതെന്തിനായിരുന്നു? ഇവിടത്തെ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് ഇനിയും താത്താൻ ഞങ്ങൾ വാരിയംകുന്നനെ നേതാവായി കുന്നന്മാരായിക്കൊണ്ട് വരുമെന്ന് പച്ചയ്ക്ക് ഇവിടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒരു കേസ് പോലും എടുക്കാത്ത മന്ത്രിസഭയാ ഇവന്റെയൊക്കെ. പിന്നെയോ ഇവിടെ പറഞ്ഞല്ലോ, കുന്തിരിക്കവും അതല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചോ, ഞങ്ങൾ ഇതാ വരുന്നു ഇന്ത്യയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരാരെങ്കിലും ശബ്ദിച്ചോ? ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൊല്ലാൻ വേണ്ടി SDPIക്കാരെ ഭീകരന്മാർ മുദ്രാവാക്യം ഒരു ചെറിയ ചെറുക്കനെ കൊണ്ട്, ഒരു കുട്ടി ഭീകരനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ അതിനെതിരെ നടപടി എടുക്കാതെ അതിന് കൃത്യമായിട്ട് വളവും വെള്ളിയും വെളിച്ചവും കൊടുത്ത ഇവന്മാരാണ് എന്നിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിന്റെ പോലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തിട്ടില്ല. എന്നാ ഇവന്മാർ August 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്നത്. നോക്കൂ, നമ്മുടെയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ August 15 നമ്മൾ ആചരിക്കുമ്പോൾ ഇവന്മാർ എന്തായിട്ടാ ആചരിച്ചെന്ന് അറിയാമോ? കരിദിനമായിട്ടാ. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവർ സ്വാതന്ത്ര്യ ദിനമായിട്ട് August 15 പോലും സമ്മതിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവന്മാരാണ് ഡോക്ടർ ഹെഡ്ഗേവാർ അടക്കമുള്ള RSSന്റെ തത്വികാചാര്യന്മാർ, സ്ഥാപകന്മാർ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നോ അതല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നൊക്കെ തിരഞ്ഞു വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഡോക്ടർ ഹെഡ്ഗേവാറിനെ കുറിച്ച് ഇവന്റെ EMS എന്ന് പറയുന്ന നമ്പൂരിപ്പാട് അയാൾ എഴുതിയ പുസ്തകം പോലും തള്ളിക്കളയാൻ ഇവന് ധൈര്യമുണ്ടോ എന്ന് പ്രശാന്ത് ശിവൻ ചോദിച്ചിരിക്കുന്നു. മാത്രമല്ല വാരിയംകുന്നനും സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഇവനൊക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാരുമായിരുന്നു. ഇവനൊക്കെ എന്താണ് ഇവിടെ ചെയ്തതെന്ന് പച്ചയ്ക്ക് ചോദിക്കുന്നു. അതിനൊന്നും മറുപടിയില്ല. അപ്പൊ ഞമ്മന്റെ 3/4 ചാനലിനും ഈ പറയുന്ന പോത്ത് രാജേഷ് എന്ന് ട്രോളുകാർ വിളിക്കുന്ന അവനൊക്കെ ഇത്തരത്തിൽ ഉരുളയ്ക്ക് ഉപ്പേരിയായിട്ട് കൊടുക്കുന്ന നേതാക്കന്മാരാണ് ഇനി ഇവിടെ വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ജിഹാദികളുടെ അമേദ്യം തിന്നാൻ വേണ്ടി നക്കാൻ വേണ്ടി നടക്കുന്ന നേതാക്കന്മാരെ അല്ല നമ്മൾക്ക് ഇന്നിന്റെ ഈ ആവശ്യം. കേരളത്തിന് ഇസ്ലാമിക ജിഹാദികൾ അടക്കി ഭരിക്കുന്ന ലോകത്താകമാനം എവിടെ ജിഹാദിസം ഉണ്ടായാലും ഭീകരവാദം ഉണ്ടായാലും അവിടെയെല്ലാം കേരളത്തിന്റെ തനതായ സ്വാധീനം കാണിച്ചു കൊടുക്കുന്ന ഇന്ന് ലോകത്തിന് മുൻപിൽ ദൈവത്തിന്റെ നാടെന്ന ഖ്യാതിയിൽ നിന്ന് ചെകുത്താന്റെ നാടാക്കി മാറ്റിയ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം തിന്നാൻ നടക്കുന്ന നക്കാപ്പിച്ച നാറി നേതാക്കന്മാരല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് പ്രശാന്ത് ശിവനെ പോലെ പച്ചയ്ക്ക് കട്ടയ്ക്ക് പറയുന്ന പ്രവർത്തിക്കുന്ന മുന്നിൽ നിന്ന് നയിക്കുന്ന യുവ നേതാക്കന്മാർ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാം പ്രശാന്ത് ശിവനെ പോലെയുള്ള ഈ പറയുന്ന യുവ നേതാക്കന്മാരെയൊക്കെ BJP മുൻനിരയിലേക്ക് വരുന്നതിൽ കൃത്യമായിട്ടും പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.